ഞാൻ അവളെ തിരക്കി പോവാ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഹലോ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലോ? അത് നമ്മുടെ കാർത്തിക് സാറിന്റെ കാറല്ലേ? അതെ സാർ. സാർ വിഷമിച്ചിരിക്കണോ? വിഷമം ഉണ്ടാവാതിരിക്കോ സാർ? കാണാതായിരിക്കുന്നത് എൻ്റെ ഭാര്യ. സാർ ടെൻഷൻ ആവാതിരിക്കുക. ആ ACP മാഡം അങ്ങനത്തെ ക്യാരക്ടറല്ലേ. അവരെ എന്തും പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതേ സാറിന്റെ മിസ്സസിനെ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇന്ന് രാത്രി തന്നെ സാറിന്റെ വൈഫിനെ ഞങ്ങൾ കണ്ടെത്തും, ഉറപ്പ്. ശരി സാർ. ചേട്ടാ, ഒരു ബോട്ടിൽ വെള്ളം. പിന്നെ ചേട്ടാ, പിന്നെ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഈ പെൺകുട്ടി ഇത് ആ ഹോസ്റ്റലിലാണല്ലോ താമസിക്കുന്നത്. ആ, അവിടെ തന്നെ കാണും. ശരി ശരി. ആ ഉടവാള് നഷ്ടപ്പെട്ടതോടെയാണ് എന്റെ മകന്റെ ജീവനം നഷ്ടപ്പെട്ടത്. നിന്റെ അച്ഛനെ കൊന്നത് നീ തന്നെയാ. മിഴി നിറയുന്നു മൊഴിയ
എന്തായി കാണിക്കുന്നേ? ഈ അമ്മയെ നീ ഓർത്തില്ലല്ലോ. എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ മരിക്കാൻ വേണ്ടി ഒന്നും കടലിലേക്ക് ഇറങ്ങിയതല്ല. അറിയാതെ അങ്ങ് ഇറങ്ങിപ്പോയത്. എന്റെ പൊന്നു മോളെ, ഓരോന്നോർത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. എനിക്ക് മരിക്കാനൊന്നും പറ്റില്ല അമ്മ. എല്ലാവരും എന്നെ അകറ്റി നിർത്തിയാലും എനിക്ക് ജീവിക്കണം. എന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. എന്റെ കാർത്തിയേട്ടന് വേണ്ടി, എന്റെ അമ്മയ്ക്ക് വേണ്ടി. മോളെ, എന്റെ മോള് വിഷമിക്കാതെ. നിന്റെ മുത്തശ്ശി പറയുന്നതൊന്നും കാര്യമാക്കണ്ട. സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല മുത്തശ്ശി അങ്ങനെ പറയുന്നത്. മുത്തശ്ശി എന്നെ എന്തും പറഞ്ഞിട്ടമ്മ, എനിക്ക് വിഷമമില്ല. എന്തായാലും എന്റെ അച്ഛന്റെ അമ്മയല്ലേ. മുത്തശ്ശിയോട് മോൾ അകൽച്ചയൊന്നും കാണിക്കരുത്. അതെന്റെ അമ്മ കൂടിയാണെന്ന് നീ ഓർക്കണം. വാ പോവാം, ചെമ്പകമംഗലത്തേക്ക് പോവാം. അമ്മ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇല്ലമ്മ, ചെമ്പകമംഗലത്തേക്ക് ഞാൻ വരില്ല അമ്മ. അമ്മ പോയിക്കോ. നിന്നെ വിട്ടിട്ട് ഞാൻ പോവാനോ? നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. ഞാൻ ചെമ്പകമംഗലത്തേക്ക് വരണമെങ്കിൽ എന്റെ കയ്യിൽ എന്റെ കുഞ്ഞുണ്ടാവണം. എന്റെ കുഞ്ഞിനെ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. കുഞ്ഞിനെ കണ്ടെത്താൻ എന്റെ മോളോടൊപ്പം ഈ അമ്മയും ഉണ്ട്. നമ്മൾ വൈകമോളെ കണ്ടെത്തിയിരിക്കും. വാ പോവാം, വാ. എങ്ങോട്ടാ അമ്മ? വാ. ചെമ്പകമംഗലത്തേക്ക് ഞാനില്ല. വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. വാ. അമ്മ എന്തിനാ ഇതൊക്കെ സഹിക്കുന്ന? ഞാൻ അമ്മയായി പോയതുകൊണ്ട്. മോള് വാ. അമ്മ തിരിച്ചു പോയിക്കോ അമ്മ. അമ്മ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അമ്മ ഞാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? കേട്ടു. എന്റെ മകളെ പെരുവഴിയിലാക്കി ഞാൻ അങ്ങ് തിരിച്ചു പോയിക്കോളാൻ. അതന്നെ നീ ഇപ്പൊ പറഞ്ഞത്. എനിക്കിപ്പോ അതിന് മനസ്സില്ല. എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നീ ഇല്ലാതെ ഒരു തിരിച്ചു പോക്ക് എനിക്കില്ല. വാ, നടക്ക്. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരണേ ദേവി. ദേവി,
ഇതാണ് കുന്നത്തുകാവ് ക്ഷേത്രം. കണ്ണകി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. നടയടച്ചതുകൊണ്ട് ഇന്ന് രാത്രി ഇനി ആരും ഇങ്ങോട്ട് വരില്ല. ഇന്നിവിടെ കഴിച്ചു കൂട്ടാം അല്ലേ അമ്മേ? മോശം പിടിച്ചവനാണല്ലോ. എന്താ ഇത്ര വലിയ ആലോചന? കൈമളേട്ടാ, എന്താ ഇത്ര വലിയ ആലോചന? രാജലക്ഷ്മി, എന്താ കൈമളേട്ടാ? കൈമളേട്ടാ പറ. നീയൊന്ന് മുറ്റത്തേക്ക് നോക്ക്. എന്താ കൈമളേട്ടാ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്താ? ഒന്നുമില്ല. എന്നാ ഞാൻ പലതും കാണുന്നുണ്ട്. സുമുഖനും ആരോഗ്യവാനുമായ ഒരു യുവാവ് ഈ മുറ്റത്തുകൂടിയാണ് സുന്ദരിയും തറവാടിയുമായ ഒരു പെൺകുട്ടിയെ താലികെട്ടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവർ സൗഖ്യപൂർവവും അല്ലലില്ലാത്തതുമായൊരു ജീവിതം നയിക്കുന്നതിന് ഈ മുറ്റം തന്നെ സാക്ഷിയായി. അവരുടെ പൊന്നോമന കുഞ്ഞുങ്ങൾ, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഈ മുറ്റത്താണ് പിച്ചവെച്ച് വളർന്നത്. ജീവിതം ആനന്ദദായകവും ഒരിക്കലും ലഹരി പറ്റാത്ത വീഞ്ഞുപാത്രം പോലെ മധുരിക്കുന്നതാണെന്ന് ആ യുവാവും യുവതിയും കരുതി. എന്നാൽ അവരിപ്പോ എവിടാ രാജലക്ഷ്മി? ജരാനരകൾ ബാധിച്ച് പരസ്പരം കൈകോർത്തു പിടിച്ച് ആളൊഴിഞ്ഞ ഈ മുറ്റത്തേക്ക് നോക്കി നെടുവൂർപ്പടക്കി നിൽക്കുന്നു. ഈ മുറ്റത്തോടി കളിച്ച പൊന്നോമന കുഞ്ഞുങ്ങളുടെ ചേറാം അവൻ
മുകളിലൊരു നക്ഷത്രമായി കൈമളേട്ട, ഉഗ്രശാസനൽ രസിക്കാതെ ജഗദീശും പോയി. സാവിത്രി അവിടെ ലോകത്ത്. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പല പ്രപഞ്ചങ്ങൾ. ജയരാമന്റെ മകൾ മീനാക്ഷിയായിരുന്നു സ്വത്ത്. അവൾ നിന്റെ മനസ്സിൽ നിന്ന് പടിയറച്ച് പിണ്ടം വയ്ക്കപ്പെട്ടു. ഒടുവിലിറങ്ങി മകളെ പോലെ കരുതിയ നന്ദിനിയും നമ്മുടെ കൊച്ചുമകൾ വൈക എവിടെയാണെന്ന് പോലും അറിയില്ല. കൈമളേട്ട, ഞാനാണോ എല്ലാത്തിനും കാരണം? ഒരിക്കലും നമ്മൾ സമ്പന്നരായിരുന്നു രാജലക്ഷ്മി. സ്വത്തും പണവുമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്നേഹം, പരസ്പര വിശ്വാസം, ആത്മബന്ധങ്ങൾ, അതിൻ്റെയൊക്കെ കെട്ടുറപ്പുണ്ടായിരുന്നു ഈ കുടുംബത്തിൽ. അതൊന്നും ഇന്നില്ല. കൈക്കുമ്പിളിലെ വെള്ളത്തുള്ളികൾ പോലെ ഒക്കെയും ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ പഴിയിൽ നിന്ന് ഒഴിവാകാൻ ഓരോരുത്തർക്കും ചോദിക്കാം, ഞാനാണോ എല്ലാത്തിനും കാരണമെന്ന്? ഞാൻ കൂടിയാണ് എല്ലാത്തിനും കാരണമെന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സത്യം രാജലക്ഷ്മി. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ കൂടിയാണ് എല്ലാത്തിനും കാരണം. അന്ധനായി പോയെന്ന കാരണം കൊണ്ട് ധൃതരാഷ്ട്രക്ക് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ചെയ്ത തെറ്റിനും വീണ ചോരയ്ക്കും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. വാനപ്രസ്ഥം. കൈമളേട്ട, ഒരു ദിവസം നീ ഒറ്റയ്ക്കാകും രാജലക്ഷ്മി. അന്ന് വിലപിക്കരുത്. നമുക്കെന്ത് കഷ്ടകാലം അമ്മ. സാരമില്ല, ഒക്കെ മാറും. ദേവിയുടെ തിരുനടയിലല്ലേ ഇരിക്കുന്നത്. നന്നായി പ്രാർത്ഥിച്ചോളൂ. മോക്ഷേ